കെ.വി. തോമസിന് പ്രതിമാസം 1 ലക്ഷം രൂപ ഓണറേറിയം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പിന്റെ ശുപാർശയ്ക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് അറ്റൻഡന്റ്, 1 ഡ്രൈവർ എന്നിവരെ നിയമിക്കാനും അനുമതി നൽകി. വി അരുൺ ചേരുന്നു. അരുൺ, ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒന്നും വേണ്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയായിരുന്നു ഇത്തരത്തിൽ സർക്കാരിന്റെ ആളായി ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്? ഇതിപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്യാബിനറ്റ് റാങ്കോടെയാണ് കെ.വി. തോമസിനെ, മുൻ കോൺഗ്രസ് കെ.വി. തോമസിനെ ന്യൂഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിയായി തീരുമാനിച്ചത്. അന്ന് അദ്ദേഹത്തിന് പ്രതിഫലം നിശ്ചയിച്ചിരുന്നില്ല. ഇത്തരത്തിൽ പ്രതിഫലമില്ലാതെ ജോലി ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ശുപാർശയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. ഒരു പ്രതിമാസം 1 ലക്ഷം രൂപ ഓണറേറിയം, ശമ്പളം എന്നെവിടെയും പറയുന്നില്ല, ഓണറേറിയമായാണ് അദ്ദേഹത്തിന് ഈ തുക നൽകുന്നത്. അതിന് പുറമെ ഓഫീസ് സ്റ്റാഫിനെ അനുവദിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് അറ്റൻഡന്റ്, 1 ഡ്രൈവർ എന്നിവരെ നിയമിക്കാനാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. സ്വാഭാവികമായിട്ടും അധിക ചെലവ് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാവും. എത്തരത്തിലായിരിക്കും പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കാര്യമായൊരു എതിർപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നില്ല. സംസ്ഥാനത്ത് സാമ്പത്തിക അധിക ചെലവുകൾ വർദ്ധിക്കുന്നുവെന്ന പരാതി പ്രതിപക്ഷത്തിനുണ്ട്. സ്വാഭാവികമായി ഈ വിഷയം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. നന്ദി അരുൺ. കെ.വി. തോമസിനാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഇപ്പോൾ അലവൻസും പകരം പ്രതിമാസം 1 ലക്ഷം രൂപ ഓണറേറിയമായും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്, കൂടെ സ്റ്റാഫുകളെയും.